പുതുവത്സരത്തിൽ ഒരു ഗ്രാമം മുഴുവൻ വെളിച്ചം പകർന്ന് NSS ക്യാമ്പ്. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന ക്യാമ്പിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് LED ബൾബുകൾ നിർമ്മിച്ച് നാട്ടുകാർക്ക് നൽകിയത്. NSS യൂണിറ്റിന്റെ ദത്ത് ഗ്രാമമായി ഏറ്റെടുത്തിട്ടുള്ള കോമ്പയാറിലാണ് കുട്ടികൾ സേവനം നടത്തിയത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. ഊർജ്ജ സംരക്ഷണത്തിന്റെ ആവശ്യകത വിളിച്ചോതിക്കൊണ്ടാണ് NSS ക്യാമ്പിൽ ഇത്തരമൊരു പ്രവർത്തനം ഏറ്റെടുത്തത്. 50 വിദ്യാർത്ഥികളാണ് 7 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുത്തത്. പരമ്പരാഗത ബൾബുകളിലൂടെ ഉണ്ടാകുന്ന ഊർജ്ജ നഷ്ടം ഒഴിവാക്കി LED ബൾബുകൾ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായി 2ാം ദിനം ഇന്ന് ഊർജ്ജ സംരക്ഷണ പ്രവർത്തനം എങ്ങനെ നടപ്പിലാക്കാം, അതിൻ്റെ ഒരു പ്രായോഗിക തലം കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് LED ബൾബുകൾ നിർമ്മിക്കുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ പരമ്പരാഗത രീതിയിലുള്ള പഴയ ടങ്സ്റ്റൺ ബൾബുകൾ, ആ ബൾബുകൾ വലിയ തോതിലുള്ള ഊർജ്ജ നഷ്ടം ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് LED ബൾബുകൾ പിന്നീട് വ്യാപകമാവുന്നത്. ആദ്യ സമയത്ത് അതിന് വലിയ വില ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ അത്രയ്ക്ക് വിലയില്ല. കാരണം അതൊരു വെളിച്ചത്തിൻ്റെ ഒരു വലിയ വിപ്ലവം സാധ്യമായിട്ടുണ്ട്. ഇത് കുട്ടികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനെ അസംബ്ലി ചെയ്തെടുത്ത് ഫലപ്രദമായി നമ്മളുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസുകളിലോ നമ്മുടെ സ്ഥാപനങ്ങളിലോ എങ്ങനെ നന്നായി ചെയ്യാൻ പറ്റും. 9 വാട്ടിൻ്റെ ബൾബുകളാണ് നമ്മൾ നിർമ്മിച്ചത്. ഉദ്ദേശം 100 ബൾബുകൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 100 ബൾബുകൾ ഉണ്ടാക്കി നമ്മുടെ അഡോപ്റ്റഡ് വില്ലേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദത്ത് ഗ്രാമം അല്ലെങ്കിൽ മാനസ ഗ്രാമം എന്നൊരു സങ്കല്പത്തിലാണ് കോമ്പയാർ പ്രദേശമുള്ളത്. കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ അഡോപ്റ്റഡ് വില്ലേജാണ് കോമ്പയാർ. കോമ്പയാറിലുള്ള വീടുകളിൽ, നമ്മുടെ ക്യാമ്പ് നടക്കുന്ന സെൻറ്റ് തോമസ് LP സ്കൂളിൻ്റെ പരിസര പ്രദേശത്തുള്ള വീടുകളിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബൾബുകൾ കൊണ്ടുപോയി കൊടുക്കാനാണ്. ഇങ്ങനെ നിർമ്മിച്ച 100-ലധികം ബൾബുകൾ കോമ്പയാറിലെ വിവിധ വീടുകളിലെത്തി വിദ്യാർത്ഥികൾ കൈമാറി. സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി LED ബൾബുകൾ നിർമ്മിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. ഊർജ്ജ ഉപഭോഗം വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതുമൂലമുണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ കുട്ടികൾ മുന്നോട്ട് വരുന്നതിലൂടെ യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി എന്ന ആശയം പൂർത്തിയാകും. കുട്ടികൾ നിർമ്മിച്ച ഈ LED ബൾബുകൾ സൗജന്യമായി ഈ ദത്ത് ഗ്രാമത്തിൽ വിതരണം ചെയ്യുന്നതിലൂടെ മാനസ ഗ്രാമം എന്ന ലക്ഷ്യം പൂർണ്ണമാവുകയും ചെയ്യും. കൂടാതെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതൊരു സ്വയം തൊഴിലായി തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഇതുമൂലം ലഭ്യമാണ്. കുട്ടികൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. നമ്മുടെ 7 ഡേയ്സ് ക്യാമ്പിലെ ഡേ 2 ആണ് ഇപ്പോൾ. അപ്പോൾ ഇന്ന് നമുക്ക് JC ടീച്ചർ വളരെ മനോഹരമായിട്ടാണ് ബൾബിനെ പറ്റി ക്ലാസ് എടുത്തത്. അതായത് നമുക്ക് ബൾബിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത് നമ്മൾ ചിന്തിക്കാറില്ല. സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് പറഞ്ഞു തന്നു. ഓരോ സ്റ്റെപ്പും വളരെ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡേ 2 നമുക്ക് കുറേ അധികം പഠിക്കാൻ പറ്റി. സോ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജനുവരി 1-നാണ് ക്യാമ്പ് സമാപിക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. ജിഞ്ചിനാഗിരി. ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ്